നിയമം കൊണ്ട് അടിച്ചമർത്തിയാലും ഈ രോഷപ്രകടനം അവസാനിക്കുമോ? അല്ല, നിയമം കൊണ്ട് അടിച്ചമർത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിനോ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിക്കുന്നതോ ഒന്നും തന്നെ ജനാധിപത്യപരമല്ല എന്ന് ഞാൻ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീ നജ്മ ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെ കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന്. അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കേടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ലീഗിന് കേരളത്തിൽ നിയമങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നജ്മ എവിടെ പോയി? അല്ല, ഒരു സെക്കൻഡ്, നജ്മ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. നജ്മ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നജ്മ ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട, ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട. ഒരു അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. കേരളത്തിലെ നിയമങ്ങൾ ഇന്ന് ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബഹാറുൽ ഇസ്ലാം ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്ര വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചും മിണ്ടാതിരിക്കുകയായിരുന്നു നജ്മ. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം എം പി ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളമൊഴിച്ചിരിക്കുകയായിരുന്നു വായില്. എല്ലാ പാർട്ടികളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണെന്ന് ശ്രീ ബെൻസ്റ്റൺ ഇവിടെ പറഞ്ഞു. എന്നാൽ എല്ലാ പാർട്ടികളെയും അൺഫോളോ ചെയ്യണമെന്ന് ഇവർ പറയണം. അവർ പറയുന്നത് ഒരൊറ്റ പാർട്ടിയാണ്. നജ്മ, നിങ്ങൾ ജനാധിപത്യ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ വോയിസിനെ ഷട്ട് ഡൗൺ ചെയ്യാനും എന്ന് നിങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം